നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളവെയാണ് ഇറാൻ പൂർണ്ണമായും തകർന്നടിഞ്ഞു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. അതായത് പശ്ചിമേഷ്യയിൽ ഇതുവരെ കൊടുമ്പിരി കൊണ്ടുവന്ന യുദ്ധം ഏതാണ്ട് സമാധാന കരാറിലെത്തി. അങ്ങനെ പോകുമ്പോഴാണ് വീണ്ടും അടുത്ത പ്രഖ്യാപനവുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും ട്രൂത്ത് സോഷ്യലിലെ തുടർച്ചയായ പോസ്റ്റുകളിലൂടെയാണ് ഈ പ്രകോപനം. ഇറാന്റെ സൈനിക ശേഷി താൻ പാടെ തകർത്തു എന്നും അവർക്ക് ഇനി അമേരിക്കയിൽ നിന്ന് ഒരു നയാ പൈസ പോലും ലഭിക്കില്ല എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാന്റെ വ്യോമസേനയോ നാവികസേനയോ പ്രധാന പ്രതിരോധ സംവിധാനങ്ങളെയോ റഡാറുകളെയോ ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്നും പ്രായോഗികമായി അവർക്ക് ഒന്നും തന്നെ ബാക്കിയില്ല എന്നാണ് ട്രംപിന്റെ അവകാശവാദം. 4 മാസം മുൻപുള്ളതിനേക്കാൾ മികച്ച നിലയിലാണ് ഇറാൻ എന്ന് വാദിക്കുന്ന ഡെമോക്രാറ്റുകളെ ട്രംപ് രൂക്ഷമായാണ് പരിഹസിക്കുന്നത്. ഇത്രയധികം വിഡ്ഢികളാകാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു എന്നും അവർ എങ്ങനെയാണ് ജനങ്ങളെ നേരിടുകയെന്നും ട്രംപ് ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയതന്ത്ര ഇടപെടലുകളിൽ ഭൂരിഭാഗം അമേരിക്കക്കാരും അതൃപ്തരാണ് എന്നാണ് സർവേ റിപ്പോർട്ട്. ട്രംപിന്റെ മൊത്തത്തിലുള്ള ഭരണ മികവിനെ 37% ആളുകൾ മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. ഇത് മെയ് മാസത്തിലെ കണക്കുകൾ അനുസരിച്ച്, അത് കണക്കുകൾക്ക് സമാനമാണ് ഇത്. ഇറാൻ വിഷയത്തിൽ 65% അമേരിക്കക്കാരും ട്രംപിന്റെ നടപടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പാടെ എതിർത്തു തള്ളുന്നുണ്ട്. 3 മാസത്തോളം നീണ്ടുനിന്ന ഇറാനുമായുള്ള സംഘർഷം അമേരിക്കൻ ജനതകൾക്കിടയിൽ വലിയ ജനപ്രീതിയില്ലാത്ത ഒന്നായി എന്ന് സർവേ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടിൽ നിന്നും പെട്ടെന്ന് മാറി ചർച്ചകൾക്കും പുതിയ കരാറുകൾക്കും ട്രംപ് തയ്യാറായ സമയത്താണ് ഈ സർവേ നടന്നത്. ഹോർമൂസ് കടലിടുക്കിലെ US നാവിക ഉപരോധം അവസാനിപ്പിക്കുവാനും ഇറാനുമായി പുതിയ കരാറിൽ ഒപ്പിടാനും ട്രംപ് തയ്യാറായി എങ്കിലും ഇത് ജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കിയില്ല. പുതിയ കരാർ അനുസരിച്ച് ഹോർമൂസ് കടലിടുക്ക് 2 മാസത്തേക്ക് ടോൾ ഇല്ലാതെ തുറന്നു കൊടുക്കാനും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ചകൾ പുനരാരംഭിക്കുവാനും ധാരണയായിട്ടുണ്ട്. എന്നാൽ ഇറാനെ തങ്ങളുടെ എണ്ണ സ്വതന്ത്രമായി വിൽക്കാൻ അനുവദിക്കുന്ന ഈ കരാർ ചില റിപ്പബ്ലിക്കന്മാരെ പോലും നിരാശരാക്കിയിട്ടുണ്ട്. ഇറാന്റെ ആണവ ആയുധ പദ്ധതികളിൽ കൃത്യമായ വിട്ടുവീഴ്ചകൾ നേടാൻ ഈ കരാറിന് സാധിച്ചിട്ടില്ല എന്നും ഇത് കേവലം കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണെന്നാണ് വോട്ടർമാരുടെ വിമർശനം. എന്തായാലും അമേരിക്കൻ സൈനിക നടപടി അമിതമായി പോയി എന്ന് 53% അമേരിക്കക്കാരും അഭിപ്രായപ്പെടുന്നുണ്ട്. വിദേശ യുദ്ധങ്ങളിൽ നിന്നും അമേരിക്കയെ അകറ്റി നിർത്തണമെന്ന തന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ട്രംപ് ലംഘിച്ചതായാണ് ചില സ്വതന്ത്ര വോട്ടർമാർ കുറ്റപ്പെടുത്തുന്നത്. ഇറാന്റെ ഭരണം അട്ടിമറിക്കുക എന്നതായിരുന്നു യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്നും അത് സാധ്യമായ ഒന്നല്ല എന്നും അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്നുമായിരുന്നു ഭൂരിഭാഗം ജനങ്ങളുടെയും നിലപാട്. സംഘർഷത്തിനു ശേഷം അമേരിക്കയിലല്ല, മറിച്ച് ഇറാനാണ് ചർച്ചകൾക്കായി തങ്ങളെ സമീപിച്ചതെന്നും ട്രംപ് വെളിപ്പെടുത്തുന്നുണ്ട്. തങ്ങൾ യാതൊരുവിധ നിരാശയും പ്രകടിപ്പിച്ചിട്ടില്ല എന്നും നിരാശയിലായിരുന്നത് ഇറാനാണ് എന്നാണ് ട്രംപിന്റെ വാദം. ഇറാനുമായി നയതന്ത്ര നീക്കങ്ങൾ നടത്തുമ്പോഴും യാതൊരുവിധ സാമ്പത്തിക ഇളവുകളും നൽകില്ല എന്ന നിലപാട് ട്രംപ് ഉറച്ചു നിൽക്കുകയാണ്. നിശ്ചയിച്ച 60 ദിവസത്തെ കാലാവധി പൂർത്തിയാക്കുമെങ്കിലും അവർക്ക് 10 സെന്റ് പോലും നൽകില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതായി എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇതിന്റെ നിജസ്ഥിതിയെക്കുറിച്ച്, അതായത് സത്യാവസ്ഥയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയ സംവാദങ്ങളാണ് നടന്നു വരുന്നത്. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദ തന്ത്രങ്ങൾ ഇറാനെതിരായ പോരാട്ടത്തിൽ നിർണായകമായി എന്ന അടിവരയിട്ടാണ് ട്രംപ് ശ്രമിക്കുന്നത്. അതായത് തങ്ങളെ കൊണ്ട് മാത്രമേ എല്ലാം സാധിച്ചുള്ളൂ, ഇറാനെ പാടെ തകർക്കാൻ കഴിഞ്ഞു എന്ന അവകാശവാദമാണ് ട്രംപ് നിരത്തുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ കടുത്ത നിലപാടുകൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു പരിഹാരത്തിലേക്ക് നയിക്കുമോ അതോ വീണ്ടും സംഘർഷങ്ങൾക്ക് തിരികൊളുത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ട്രംപിന്റെ ഈ പ്രഖ്യാപനം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ അലയൊലികൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്.